ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാസഖ്യത്തിന്റെ സംയുക്ത തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നാളെ പുറത്തിറക്കും. രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ തേജസ്വി യാദവും പരിപാടിക്കെത്തും. അതേസമയം അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുസാഫർപൂരിലും ഛപ്രയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ 30 എത്തും. മനു ഭരത് വിവരങ്ങളുമായി വിശകലനങ്ങളുമായി ചേരുന്നു. മനു, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ഫലം നവംബർ 14 പുറത്തു വരുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം എൻഡിഎയെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ അഭിമാന വിഷയമായി ഉയരുന്ന രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വിഷയങ്ങളെല്ലാം മാറിയിരിക്കുന്നു. ഏതെല്ലാം തരത്തിലാണ് വാഗ്ദാനങ്ങൾ വരുന്നത്? അത് തൊഴിൽ മുതൽ വഖഫ് നിയമ ഭേദഗതി വരെ ഓരോ മണിക്കൂറിലും മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. പാളയത്തിലുണ്ടാകുന്ന ചില പടകളടക്കം പലതവണ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാകുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ നവംബർ 6 അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ ഏത് രീതിയിലേക്ക് ഈ പടയൊരുക്കങ്ങൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപർണ, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു പ്രധാന ചോദ്യമായി ഉയരുന്നത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ബീഹാറിൽ ഉണ്ടായില്ല എന്ന വലിയ വിമർശനത്തിന് വഴിവെക്കുന്നു. കാരണം സെപ്റ്റംബർ 1 വോട്ടർ അധികാർ യാത്ര പൂർത്തിയാക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ നിന്ന് പോവുകയും പിന്നീട് അങ്ങോട്ട് വന്നില്ല എന്നത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയൊരു ആശയക്കുഴപ്പത്തിന് വഴിവെച്ചു. മാത്രമല്ല, ഇത് സീറ്റ് വിഭജനത്തിൽ സംബന്ധിച്ച് തർക്കങ്ങൾ ഇനിയും പരിഹരിച്ചിട്ടില്ല എന്ന സംശയത്തിന് വഴിവെക്കുന്നു. ഏതായാലും നാളെ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടാകും എന്നാണ് കരുതുന്നത്. ബീഹാറിൽ ചാത്ത് ഉത്സവമൊക്കെ ആയിരുന്നു. സ്വാഭാവികമായും നാളെയോടുകൂടി അത് അവസാനിക്കും. അപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചരണം കുറെ കൂടി ശക്തമാകും. അതിൻ്റെ ചൂട് ഉച്ചസ്ഥായിലെത്തും എന്നൊക്കെയാണ് കരുതുന്നത്. മഹാഗഠബന്ധൻ നാളെ അവരുടെ മാനിഫെസ്റ്റോ പുറത്തിറക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി എത്തും എന്നാണ് കരുതുന്നത്. പ്രിയങ്ക ഗാന്ധി നാളെ ബെഗുസരായിൽ എത്തുന്നുണ്ട് പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട്. രാഹുൽ ഗാന്ധിയും അതിൻ്റെ അടുത്ത ദിവസം അവിടെ പ്രചരണ പരിപാടികൾ നടത്തും എന്നാണ്, മുസഫർപൂറിൽ നടത്തും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും അവിടെ പ്രചരണം ഇരുഭാഗങ്ങളും ശക്തമായി തന്നെ ഉന്നയിക്കുന്നു. അപർണ സൂചിപ്പിച്ചതുപോലെ വഖഫ് ഒരു പ്രധാന ചർച്ചാ വിഷയമാണ്. കോൺഗ്രസ് വ്യക്തമാക്കുന്നത്, കോൺഗ്രസും RJD ഒക്കെ വ്യക്തമാക്കുന്നത് അവർ അധികാരത്തിൽ വന്നാൽ വഖഫ് ബില്ലെടുത്ത് കൊട്ടയിൽ ഇടും എന്നാണ്. അതേസമയം BJP അതിനെ തിരിച്ചടിക്കുന്നത് അജയ് അലോക് എന്ന് BJP നേതാവ് അവിടെ വ്യക്തമാക്കിയത് ഒരു ഇസ്ലാമിക ഭരണമായിരിക്കും ഈ മഹാസഖ്യം അധികാരത്തിൽ വന്നാൽ ഉണ്ടാവുക, അതുകൊണ്ട് ആളുകൾ സൂക്ഷിച്ച് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും വളരെ ചൂട് പിടിച്ചുള്ള ഒരു പ്രചരണം അവിടെ നടക്കുന്നു. സ്വാഭാവികമായും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ അതിൻ്റെ ചൂട് ഏറ്റവും കൂടുതൽ വ്യക്തമാവുകയാണ്. മാത്രവുമല്ല, ഈ വഖഫ് നിയമം ഒരു വിഷയമാകുന്നു. മറ്റൊന്ന് അപർണ സൂചിപ്പിച്ച പോലെ 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ എന്നത് ഒരു വലിയ പ്രഖ്യാപനമായി മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ദീർഘകാലം അധികാരത്തിലിരുന്ന നിതീഷ് കുമാറിനെ പുറത്താക്കാൻ ഉള്ള ഒരു നീക്കമാണ് അവിടെ വളരെ ശക്തമായി നടക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് വിജയിക്കും എന്ന് ഇപ്പോൾ പറയാനാകില്ല. റൈറ്റ്, മനു ഭരതാണ്. ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനമായി പോലും വിശേഷിപ്പിക്കുന്നു ബീഹാറിനെ. പക്ഷേ രാഷ്ട്രീയപരമായി ഇത്തവണ നടക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമായി മാറുകയും ചെയ്യുകയാണ്.